നമ്മൾ ഇവിടെയാണ് നമ്മുടെ എയർ പ്രൂണിങ് പോട്ടിനകത്ത് ചെടി നട്ടിരിക്കുന്നത്. ഇത് നമ്മൾ മിറാക്കിൾ ഫാമിൽ നിന്ന് മേടിച്ച എയർ പ്രൂണിങ് പോട്ടും എന്താ പറയുന്നത് കുറേ പ്ലാന്റ്സും ഒക്കെയാണ്. പ്ലാന്റ്സ് ഞാൻ 2 നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒന്ന് മിറാക്കിൾ ഫാമിൽ നിന്നും, പിന്നെ നമ്മുടെ പരിയാരത്തുള്ള അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പരിയാരത്തുള്ള ഒരു നഴ്സറി ഉണ്ട്, അവിടെ നിന്നും കൂടിയാണ് മേടിച്ചത്. ഇത് ഓറഞ്ചിൻ്റെ പേര് കുംക്വാറ്റ് ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ ഒരു മുന്തിരി അത്ര വലിപ്പമുള്ള ഓറഞ്ചിന്, പക്ഷേ നമുക്ക് അതിൻ്റെ തോല ഉൾപ്പെടെ തിന്നാവുന്നൊരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇത് ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട്, ഇതാ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് വന്ന് കാണിച്ചു കൊടുക്കും. ഇഷ്ടം പോലെ ചെറിയ ഓറഞ്ചിൻ്റെ നമുക്കിങ്ങനെ കാണാം. എന്തായാലും ഒരു 3-4 മാസം കൊണ്ടായിരിക്കും ഇത് ഫുള്ളായിട്ട് വളർച്ച എത്തുക. ഇഷ്ടംപോലെ ചെറിയ ഓറഞ്ചുകൾ നമുക്കിങ്ങനെ കാണാം. ഈ എയർ പ്രൂണിങ് പോട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഈ കാണുന്ന ഹോളുകളിൽ കൂടെ വേര് പുറത്തേക്ക് വന്നിട്ട് അവിടുന്ന് വേര് കട്ടാവും. ആ കട്ടായ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് ഇഷ്ടംപോലെ വേരുണ്ടായിട്ട് പ്ലാന്റിന് ഭയങ്കരമായിട്ട് വളർച്ച കൂടും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിന് കൊടുക്കുന്ന വളം വേറെ എവിടെയും പോവുകയും ചെയ്യില്ല, ഈ ചെടിക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ബനാന സപ്പോട്ട. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. നല്ല രീതിയിൽ പ്ലാന്റ് വളർച്ചയൊക്കെ വരുന്നുണ്ട്. ഇതുവരെ കായ്ച്ചിട്ടും പൂത്തിട്ടൊന്നുമില്ല. പൂത്തിട്ടുണ്ട്. ഇതാ ഇവിടെ പൂവ് കാണാം. 1-2 കായ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കായ പിടിച്ചു കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതടുത്ത സാധനം ജപ്പാൻ പേര എന്ന് പറയും. ഇതിനകത്ത് ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഇതിനകത്ത് കിട്ടിയിട്ടില്ല സംഭവം. ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഇഷ്ടംപോലെ കായുണ്ട്. നല്ല വലിപ്പം ഉണ്ടാകുന്ന പേരയും കായൊക്കെയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല രുചിയുള്ളതാണെന്നാണ് കേട്ടിട്ടില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിനകത്ത് പൂവൊക്കെ വരുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കായ്ക്കുന്നതാണ്. പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ചൈനീസ് കമല ഓറഞ്ചാണ്. ചൈനീസ് കമല ഓറഞ്ചും നമ്മൾ മിറാക്കിൾ ഗാർഡൻകാരുടെ വീഡിയോയിലൊക്കെ നല്ല കൊലകൊലയായിട്ട് കായ്ച്ചു നിൽക്കുന്ന രുചിയുള്ള ഓറഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചത്. പ്ലാന്റ് നല്ല ഗംഭീരമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ ഒരു ഇലയ്ക്കൊക്കെ ഒരു പുഴുക്കുത്തോലെ കണ്ടായിരുന്നു. ഞാൻ അതിന് മരുന്നടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന എനിക്ക് തോന്നുന്നു. പ്ലാന്റ് എന്തായാലും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന ഗ്രീൻ പ്ലാനറ്റിന് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്നാണ് അടിക്കുന്നത് കീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ ഒരു തരത്തിലുള്ള കീടനാശിനിയോ കാര്യങ്ങളോ ഒരു പ്ലാന്റിനും ഉപയോഗിച്ചിട്ടില്ല, ഇന്നിട്ട് ഉപയോഗിക്കാനും പോകുന്നില്ല. ഗ്രീൻ പ്ലാന്റിൻ്റെ വളത്തിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ്. അവരുടെ തന്നെ ഒരു പെസ്റ്റിസൈഡാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നമ്മൾ മേടിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. നല്ല മാറ്റം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ മഴയൊന്ന് കുറയാണെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിനി അടുത്ത ഇവിടെ ഉള്ളത് റെഡ് ഹൈബ്രിഡ്. ഇതും ജബോട്ടിക്കാബയുടെ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതൊക്കെ എന്തായാലും സമയമെടുക്കുന്ന ഒരു വെറൈറ്റിയാണ്. എന്തായാലും ഒരു 2-3 വർഷം എടുക്കും തോന്നുന്നു ഇത് കായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും പൂവൊന്നുമില്ല. ഇന്ന് പ്രൂണിങ് ഒക്കെ ചെയ്ത് നിർത്തണം. മഴക്കാലത്തിന് മുമ്പായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റാക്കി നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത കാലത്തേക്ക് അടുത്ത സീസണിലേക്കെങ്കിലും 1-2 കായ പിടിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ളത് റൂബി റെഡ് ലോങ്ങനാണ്. ഇത് നല്ല രീതിയിൽ ഒരു കൊലയൊക്കെ വന്ന് കായാവെന്ന് വിചാരിച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിട്ട് പൂവൊക്കെ കൊഴിഞ്ഞുപോയി. ചിലപ്പോൾ കിട്ടുമായിരിക്കും, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ നോക്കാമെന്നുള്ള കണ്ടീഷൻ നിൽക്കുന്നു. ഇതിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പ്രൂൺ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഈ ഒരു ഒറ്റ കമ്പാണ് പോകുന്നത്. ഇതിനെ നമുക്ക് പുഷിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ മുകളത്തെ കമ്പ് വെട്ടിക്കളഞ്ഞ് ഒന്ന് പ്രൂൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്ത പ്ലാന്റ് ഞാവൽപ്പഴം. ഇത് ഞാവലുകളിൽ ഏറ്റവും ടേസ്റ്റിയും വലിപ്പമുള്ളൊരു ഒരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് ഇതുവരെ കായ പിടിച്ചിട്ടില്ല, പിടിക്കുമായിരിക്കും. ഇതും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം മഴയ്ക്ക് മുമ്പ്. എന്തായാലും നല്ല രീതിയിൽ പ്ലാന്റുകളൊക്കെ വളരുന്നുണ്ട്. ഇപ്പം പ്രൂണിങ് പോട്ടാണെങ്കിലും എയർ പ്രൂണിങ് പോട്ടാണെങ്കിലും നമ്മൾ പ്രതീക്ഷനേക്കാൾ കൂടുതൽ വളർച്ചയുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് നിർത്താൻ പറ്റും ഈ ഒരു പ്രൂണിങ് പോട്ടിൽ. പിന്നെ ഇവിടെയുള്ളത് സ്ട്രോബെറി പേരയ്ക്കകത്തും കായുണ്ട്. അങ്ങനെ കൊലകൊലയായിട്ടൊന്നും കായ പിടിച്ച് തുടങ്ങിയിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് 1-2 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഈ പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ പ്രൂണിങ് ഒക്കെ നടത്തി ഒന്ന് ഉഷാറാക്കി വിടണം. ഷേപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രൂണിങ് പോട്ടിൽ നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇല്ലെങ്കിൽ കാറ്റ് പിടിച്ച് ചിലപ്പം ഇതടക്കം മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ഷേപ്പ് വരുത്തി നമ്മൾ അതിനനുസരിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംഭവം കയറി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു സപ്പോട്ട വെറൈറ്റി തന്നെയാണ്. ഇത് ശരിക്കും നോർമൽ സപ്പോർട്ടല്ല, കുറച്ചുകൂടെ വലുതാവുന്ന നല്ല റൗണ്ട് ഷേപ്പിലുള്ളൊരു സപ്പോർട്ടാണ്. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടെന്നോ അങ്ങനെ എന്താ ഇതിന് പറയുന്നത്. നല്ല വലിപ്പം വെക്കുന്ന നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സപ്പോർട്ടാണ്. ഒരു കായ ഉണ്ടായിരുന്നു, നമ്മൾ പറിച്ചത് വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് വീണ്ടും കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി മഴ ആയതുകൊണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടുമെന്ന് അറിയില്ല. ചെടിയൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആണ്. ചെറിയ ചെടിയായിരുന്നു, ഇത്രയും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാണാൻ പോകുന്നത് ഡയമണ്ട് റിവർ ലോങ്ങനാണ്. ഇത് നമുക്കിതിന് ചെടി കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈം വാടി നിൽക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു നേച്ചർ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചത് വാടിപ്പോകുന്നതാണെന്ന്. പക്ഷെ നല്ല രീതിയിൽ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഈ തളിരൊക്കെ വന്ന് ഞാൻ വെക്കേഷൻ വന്നതിന് ശേഷമാണ് ഇത്രയും തളിര് വന്നത് അല്ലേ. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഇങ്ങനെ തളിരൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇത് എന്താ പറയുക, ഡയമണ്ട് റിവർ ലോങ്ങനാണ്. അപ്പുറത്ത് നമ്മൾ റെഡ് റൂബി ലോങ്ങനും വെച്ചിട്ടുണ്ട്, 2 വെറൈറ്റി. എന്തായാലും കായൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ വിചാരം. എയർ പ്രൂണിംഗ് പോട്ടിൽ നമ്മൾ ഇവിടെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. താഴെ നമ്മൾ എയർ പ്രൂണിംഗ് പോട്ടിൽ ഒരു 3-4 മൂട് ആപ്പിളിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇവിടെ താഴെ ഒരു 4 എയർ പ്രൂണിംഗ് പോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 4 എണ്ണത്തിനും ആപ്പിൾ വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം പൂവൊക്കെ ഉണ്ടായതാണ്. എനിക്ക് വെറൈറ്റിയുടെ പേര് മറന്നുപോയി. ഇത് ഈ 4 ഞാൻ മിറാക്കിൾ ഫാമിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നോക്കട്ടെ, ഇതിൻ്റെ പേരെന്താണെന്നാ ഇവിടെ ടാഗ് ഉണ്ട്. ഇതിൻ്റെ പേര് ഡോർസെറ്റ് ഗോൾഡൻ ആണ് ഇതിൻ്റെ പേര്. ഡോർസെറ്റ് ഗോൾഡൻ ഡോർസെറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കാണിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു അടുത്ത സീസണിലേക്ക് എങ്കിലും കായ്ച്ചു കിട്ടും. ഒന്ന് പ്രൂണിംഗ് ഒക്കെ നടത്തി കൃത്യമായിട്ട് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് നടക്കും തോന്നും. നല്ലപോലെ പൂവൊക്കെ പിടിച്ചാണ്. പക്ഷേ ഈ മഴ ഇതെല്ലാം പൂവെല്ലാം കൊഴിഞ്ഞു പോയി. ഒരു ഡോർസെറ്റ് ഗോൾഡനും കൂടെ ഉണ്ടായിരുന്നു, അത് ഇതിനകത്ത് നിന്ന് ഉണങ്ങിപ്പോയി. ഈ നല്ല വേനലിൽ ശരിക്കും സംഭവം നമുക്ക് കിട്ടിയില്ല, ഉണങ്ങിപ്പോയി. പിന്നെ ഇപ്പുറത്തുള്ള ഒരു വെറൈറ്റി വളർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു കിട്ടും തോന്നുന്നു. ഇത് നമുക്ക് ട്രോപ്പിക്കൽ സ്വീറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ആപ്പിള്. ഇത് സ്ലോലി വളർന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും പിടിച്ചു കിട്ടും തോന്നുന്നു. പിന്നെ നമുക്ക് ഇപ്പുറത്ത് ഉള്ളതും ട്രോപ്പിക്കൽ സ്വീറ്റ് തന്നെയാണ്. ഇതും എന്താ പറയുക, ഒന്നും കൂടെ ഇതിനെന്തോ ഒരു ചെറിയൊരു പുഴുക്കുത്ത് പോലെയോ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ഒരു ഫംഗൽ ബാധ കാണുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഒന്നുകൂടെ പ്രൂണിങ് ചെയ്തിട്ട് സാഫൊക്കെ അടിച്ചു കൊടുത്ത് സെറ്റായിട്ട് നിർത്തണം. എന്തായാലും ഉറപ്പായിട്ടും വളർന്നു വരും. നമുക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. ഇത്രയും നാളായിട്ട് നിന്നില്ലേ, അടുത്ത സീസണിലേക്കെങ്കിലും സംഭവം കാഴ്ച കിട്ടുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആകെ മൊത്തം നമ്മളെ ഇത്രയും ഫ്രൂട്ട് പ്ലാനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെയുള്ളത് ഒരു ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് നമ്മൾ ഏറ്റവും ആദ്യം ഈ സ്ഥലം വാങ്ങിയ സമയത്ത് വെച്ചൊരു ബുഷ് ഓറഞ്ചാണ് അവിടെ. അത് ഈ കൊല്ലമാണ് കായ്ച്ചത്. ഞങ്ങൾ വെക്കേഷന് വന്ന സമയത്താണ് ഒരു 3-4 കായതിനകത്ത് പിടിച്ച് കണ്ടത്. 7 കൊല്ലമായിട്ടും കായ്ക്കാത്തതുകൊണ്ട് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഒരു 4 കായതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു 4 കായ് അടുത്ത സീസണിലേക്ക് നല്ല നിറച്ച് കായ ഉണ്ടാവുമായിരിക്കും. ബുഷ് ഓറഞ്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. ഇതുവരെ ബുഷായിട്ട് ഒരു ഓറഞ്ചും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സീസണിൽ 4 ഉണ്ടായി. ഇനി അടുത്ത സീസൺ മുതൽ കാര്യമായിട്ട് സംഭവങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇനി ഒരു 3-4 ഫ്രൂട്ട് പ്ലാന്റ് വെക്കാനുള്ള സ്പേസും കൂടെ മുകളിലുണ്ട്. അത് വേറെ ഏതെങ്കിലും നല്ല വെറൈറ്റി കിട്ടുകയാണെങ്കിൽ വെക്കണമെന്നുണ്ട്. ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ പറ്റുന്ന, വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ഏതെങ്കിലും നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ വെക്കണമെന്നുണ്ട്. നമ്മൾ നഴ്സറി നോക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തന്നാൽ നമ്മൾ അത് മേടിച്ച് വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുന്നത് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വേറൊരു ദിവസം കാണാം. See you.